ഹലോ ഫ്രണ്ട്സ്, ഇന്നൊരു മാത്സ് ക്ലാസ് ആണ്. ഇത്തിരി ടഫായ മാത്സ് ആണ്. റേഷ്യോ പറ്റിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പം ഞാനൊരു എക്സാമ്പിൾ പറയാം. നമ്മളൊരു ബിസ്ക്കറ്റ് ഉണ്ടാക്കുകയാണ്. ബിസ്ക്കറ്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് 4 പാർട്സ് മിൽക്കും 9 പാർട്സ് സെൽഫ് റൈസിങ് ഫ്ലോറുമാണ്. അപ്പോൾ ഈ 9 പാർട്സ് എന്ന് പറയുന്നത് 270 ഗ്രാമാണ്. അപ്പോൾ നമുക്ക് ആദ്യം അത് എത്ര ബിസ്ക്കറ്റ് നമുക്ക് ഉണ്ടാക്കാമെന്നാണ് അതിൻ്റെ ക്വസ്റ്റ്യൻ. അപ്പോൾ 4 പാർട്സ് മിൽക്കും 9 പാർട്സ് ഫ്ലോറും ആകുമ്പോൾ ടോട്ടൽ നമുക്ക് 13 പാർട്സാണ് കിട്ടുന്നത്. ഈ 13 പാർട്സിനെ ഈ 9 നമുക്കിനി ഒരു പാർട്ട് കണ്ടുപിടിക്കണം. അപ്പം 9 പാർട്സ് ഓഫ് ഫ്ലോർ എന്നുള്ളത് 270 ഗ്രാമാണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇനി 9 പാർട്സ് 270 ഗ്രാം, അപ്പോൾ അതിൻ്റെ 1 പാർട്ട് ആദ്യം കണ്ടുപിടിക്കണം. അപ്പോൾ 270 ഡിവൈഡഡ് ബൈ 9 നമുക്ക് 1 പാർട്ട് കിട്ടും. അത് 30 ഗ്രാമാണ് വരുന്നത്. അപ്പോൾ ഈ 30 ഗ്രാമിനെ പിന്നെ നമ്മൾ ടോട്ടലായിട്ട് നമുക്ക് എത്ര പാർട്സ് ഉണ്ട് ഈ ബിസ്ക്കറ്റ്? 14 പാർട്സാണ് ഈ ബിസ്ക്കറ്റ് മൊത്തത്തിൽ ഉണ്ടാക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്തേക്കണേ. പിന്നെ ചെയ്യേണ്ടത് ഈ 30നെ ഈ 30 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 30 ഗ്രാമാണ് 1 പാർട്ടിലുള്ളത്. അപ്പോൾ ഈ 13ആണ് ടോട്ടൽ പാർട്സ് ഉള്ളത്. അപ്പോൾ ഈ 30നെ 30 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 390 കിട്ടും. അപ്പോൾ 390 ഗ്രാമാണ് ടോട്ടൽ ഈ ബിസ്ക്കറ്റിൽ നമ്മൾ യൂസ് ചെയ്തേക്കണേ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.